ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രീമിങ് നൗ. എല്ലാവർക്കും ഇപ്പോൾ സ്കൂളും കോളേജൊക്കെ അടച്ച് വെക്കേഷൻ ആയല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ കണ്ടൻറ്റ് അത് തന്നെയാണ്, വെക്കേഷൻ എങ്ങനെ അടിപൊളിയാക്കാം. ഐശ്വര്യമായിട്ട് നമ്മുടെ ഒന്നാമത്തെ വെക്കേഷൻ ആക്ടിവിറ്റി അങ്ങ് തുടങ്ങാം. വേറൊന്നല്ല, റീഡിങ് ലോട്ട്സ് ഓഫ് ബുക്സ്. ബുക്ക് വായന ശീലമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും നമുക്ക് വെക്കേഷന് തുടങ്ങാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ് ബുക്ക് റീഡിങ്. നിങ്ങളുടെ റൂമിൽ തന്നെ ചെറിയൊരു റീഡിംഗ് കോർണർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വായന നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയി മാറും. ഇപ്പോൾ റൂമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ചേഞ്ചിങ് യുവർ റൂംസ് എസ്തെറ്റിക്. കുറേ നാളായിട്ട് നിങ്ങളുടെ റൂം ഒരേ സ്റ്റൈലിൽ കിടക്കുമായിരുന്നെങ്കിൽ അതിൻ്റെ എസ്തെറ്റിക്ക് മാറ്റി പിടിക്കാൻ പറ്റിയൊരു സമയമാണിത്. പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ട് കുറച്ച് DIY പ്രൊജക്റ്റുകൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ റൂമിന് പറ്റിയ കുറേ ഡെക്കോർ ഐറ്റംസ് കിട്ടും. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്റ്റാർട്ട് എ കോസി ന്യൂ ഹോബി. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഹോബി എന്ന് പറയുന്നത് വാട്ടർ കളറിങ് ആണ്. ഇതുപോലെ നിങ്ങൾക്കും കുട്ടിക്കാലത്ത് കുറേ ചെയ്തിട്ട് പിന്നെ ഡ്രോപ്പ് ചെയ്ത കുറേ ഹോബീസ് ഉണ്ടാവില്ലേ? പെയിൻറ്റിങ്ങോ ഡാൻസിങ്ങോ സ്ക്രേപ്പ് ബുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അങ്ങനത്തെ ആക്ടിവിറ്റീസ് എല്ലാം റീസ്റ്റാർട്ട് ചെയ്യാൻ സമയമായി. വെറുതെ ഫോണിൽ തോണ്ടുന്നതിന് പകരം കരോക്കെ ഇട്ട് പാട്ട് പാടുന്നതോ ഒരു ഡാൻസ് ട്യൂട്ടോറിയൽ നോക്കി ഡാൻസ് ചെയ്യുന്നതോ ഒക്കെ ഈ ആക്ടിവിറ്റീസിൻ്റെ അകത്ത് പെടും. ടൈം പാസിന് ഉത്തമം. ഹോബീസിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുക്കിംഗ് പറയാതിരിക്കാൻ പറ്റത്തില്ല. വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കുന്നേ. ഞാൻ ഏതായാലും കേക്കിലാണ് പരീക്ഷണം നടത്തിയത്. ആക്ച്വലി കേക്കിൻ്റെ ബേസൊക്കെ വിചാരിച്ചതിൽ നല്ലതായിട്ട് കിട്ടി. നമുക്കത് പോലല്ലോ, ഡെക്കറേറ്റ് ചെയ്താലേ അടങ്ങും. ഡെക്കറേറ്റ് ചെയ്ത് നല്ല ലോക്കൽ ലുക്കൊക്കെ എടുത്തു. പക്ഷെ കാണാനൊരു ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത നമ്മുടെ ആക്ടിവിറ്റി, അതായത് അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്പെൻഡ് സം ടൈം ഔട്ട്ഡോഴ്സ്. ഔട്ട്ഡോഴ്സിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ആക്ടിവിറ്റി ഓഫ് കോഴ്സ് ഗാർഡനിങ് തന്നെയാണ്. എന്നെപ്പോലെ ഗാർഡനിങ്ങിൻ്റെ ABCD അറിയാത്തവരാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, വെറുതെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി. അതും പ്രൊഡക്റ്റീവ് തന്നെയാണ്. പുറത്തൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ മൈൻഡൊക്കെ ഒന്ന് പോസിറ്റീവ് ആവുകയും ചെയ്യും. ഫൈനലി എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ആക്ടിവിറ്റി, ഒരു മൂവി നൈറ്റ്. ഒരു മൂവി നൈറ്റ് സെറ്റാക്കണമെങ്കിൽ അധികം സാധനങ്ങളൊന്നും വേണ്ട. ഒരു TV അല്ലെങ്കിൽ ലാപ്ടോപ്പ്, പിന്നെ കുറച്ച് പോപ്കോണും. പിന്നെ ഏത് സിനിമ കാണണമെന്ന് അറിയത്തില്ലെങ്കിൽ പിൻട്രസ്റ്റിൽ നോക്കിയാൽ മതി. അവിടെ നിങ്ങളുടെ മൂഡിനനുസരിച്ചുള്ള മൂവി റെക്കമെൻഡേഷൻസ് കിട്ടും. ഈ വീഡിയോയിൽ എനിക്ക് കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല, സോറി. എനിവേ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.